100 ന്യൂസ് ആരംഭിക്കുകയാണ്. നോക്കാം പ്രധാനപ്പെട്ട 100 വാർത്തകൾ. അയോധ്യയിലെ രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കുന്നതിൽ കോൺഗ്രസിൽ ഭിന്നത രൂക്ഷം. ചടങ്ങിൽ പങ്കെടുക്കണമെന്ന നിലപാടിൽ ഹിന്ദി ഹൃദയഭൂമിയിലെ സംസ്ഥാനങ്ങൾ, പങ്കെടുക്കേണ്ടെന്ന നിലപാടിൽ കേരളമടക്കമുള്ള സംസ്ഥാന ഘടകങ്ങൾ. ഇന്ത്യ മുന്നണിയിലും പരസ്പര വിരുദ്ധ നിലപാടുമായി പാർട്ടികൾ. രാഷ്ട്രീയ താൽപര്യങ്ങളില്ലെന്നും എല്ലാവരും ചടങ്ങിന്റെ ഭാഗമാകണമെന്നും ക്ഷേത്ര നിർമ്മാണ സമിതി. 24 റിപ്പോർട്ടർ വിനീത വിജിക്കെതിരായ കേസിൽ LDF-ലും എതിർപ്പ്. സർക്കാർ പോലീസിനെ തിരുത്തണമെന്ന് RJD സംസ്ഥാന അധ്യക്ഷൻ MV ശ്രേയാംസ് കുമാർ. ഫോൺ രേഖകൾ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചതിനെതിരെ മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി. കോടതിയിൽ കൊടുക്കുന്ന റിപ്പോർട്ട് പോലും സാമൂഹ്യ വിരുദ്ധർ ചോർത്തുന്നുവെന്ന് PMA സലാം. എതിർ ശബ്ദങ്ങളെ ഇല്ലാതാക്കാനുള്ള സർക്കാർ അജണ്ടയ്ക്ക് പോലീസ് കൂട്ടെന്ന് MK മുനീർ. 24 റിപ്പോർട്ടർ വിനീത വിജിക്കെതിരെ പോലീസ് കേസെടുത്തതിനോട് യോജിക്കാൻ കഴിയില്ലെന്ന് അമ്മ ജനറൽ സെക്രട്ടറി ഇടവേള ബാബു. മാധ്യമപ്രവർത്തകരെ സ്വതന്ത്രമായി ജോലി ചെയ്യാൻ അനുവദിക്കണം. ഇഷ്ടമില്ലാത്ത വാർത്തകളെ സ്പോർട്സ്മാൻ സ്പിരിറ്റോടെ കാണണമെന്നും ഇടവേള ബാബു. CPI സംസ്ഥാന കൗൺസിൽ യോഗം ഇന്ന്. സംസ്ഥാന സെക്രട്ടറിയായി ബിനോയ് വിശ്വത്തിനെ ഔദ്യോഗികമായി തെരഞ്ഞെടുക്കും. എക്സിക്യൂട്ടീവിൽ മറ്റു പേരുകൾ ഉയർന്നില്ല. അച്ചടക്ക നടപടിക്ക് മുന്നോടിയായി പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി AP ജയന്റെ വിശദീകരണം കേൾക്കാൻ സംസ്ഥാന കൗൺസിൽ. പുതിയ മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞ നാളെ വൈകിട്ട് KB ഗണേഷ് കുമാറും രാമചന്ദ്രൻ കടന്നപ്പള്ളിയും മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്യും. രാജ്ഭവനിലെ പാർക്കിംഗ് ഗ്രൗണ്ടിൽ സജ്ജമാക്കിയ പ്രത്യേക പന്തലിലാണ് ചടങ്ങ് നടക്കുക. മന്ത്രിസഭാ പുനഃസംഘടനയിൽ KB ഗണേഷ് കുമാറിന്റെ ആവശ്യത്തിൽ മുഖ്യമന്ത്രി അന്തിമ തീരുമാനമെടുക്കും. ആന്റണി രാജു വഹിച്ചിരുന്ന ഗതാഗത വകുപ്പിന് പുറമെ സിനിമാ വകുപ്പ് കൂടി വേണം എന്നാണ് ഗണേഷ് കുമാറിന്റെ ആവശ്യം. നിലവിൽ മന്ത്രിമാരുടെ വകുപ്പ് മാറ്റം ആലോചനയിലില്ലെന്ന് സൂചന. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇന്ന് തിരുവനന്തപുരത്ത് തിരിച്ചെത്തും. ഗവർണർ സർക്കാർ പോര് മുറുകുന്നതിനിടെ കേരള സർവകലാശാലയുടെ സിൻഡിക്കേറ്റ് യോഗം ഇന്ന്. ഗവർണർക്കെതിരെ SFIയുടെ പ്രതിഷേധം തുടരാൻ സാധ്യത. തിരുവനന്തപുരം തിരുവല്ലത്ത് യുവതി ജീവനൊടുക്കിയ സംഭവത്തിൽ ഭർത്താവിനെതിരെ ആത്മഹത്യാ പ്രേരണാ കുറ്റം ചുമത്താൻ പോലീസ്. ഭർത്തൃമാതാവ് അടക്കമുള്ള ബന്ധുക്കൾക്കെതിരെയും സമാന വകുപ്പ് ചുമത്താൻ നീക്കം. മരിച്ച ഷഹനയുടെ മാതാപിതാക്കളുടെ മൊഴി വിശദമായി രേഖപ്പെടുത്തും. ഭർത്തൃപീഡന ആരോപണത്തിൽ ഉറച്ച് ഷഹനയുടെ ബന്ധുക്കൾ. വയനാട് വാഗേരി CCയിൽ ആശങ്കയായി വീണ്ടും കടുവ. ക്ഷീരകർഷകൻ വർഗീസിന്റെ ആടിനെ കൊന്നു. കടുവയെ പിടികൂടാൻ കൂട് സ്ഥാപിച്ച് വനം വകുപ്പ്. പുലിഭീതിയിൽ വീണ്ടും കോഴിക്കോടിന്റെ മലയോര മേഖല. കൂടരഞ്ഞി പഞ്ചായത്തിലെ പൂവാറൻതോട് പുലിയെ കണ്ടതായി നാട്ടുകാർ. കാറിൽ സഞ്ചരിച്ചിരുന്നവരാണ് പുലിയെ കണ്ടത്. പരിശോധന ഇന്നും തുടരും. ശസ്ത്രക്രിയക്കിടെ വയറ്റിൽ കത്രിക കുടുങ്ങിയ സംഭവത്തിൽ പോലീസ് ഇന്ന് കുറ്റപത്രം സമർപ്പിക്കും. നിലവിൽ പ്രതിപ്പട്ടികയിലുള്ളത് 2 നഴ്സസും 2 ഡോക്ടേഴ്സും. ഇവരെ പ്രോസിക്യൂട്ട് ചെയ്യാൻ സർക്കാർ അനുമതി നൽകി. ഡൽഹിയിലെ ഇസ്രയേൽ എംബസിക്ക് സമീപമുണ്ടായ സ്ഫോടനം ആസൂത്രണത്തോടെയുള്ള പദ്ധതിയാണെന്ന സംശയത്തിൽ ഡൽഹി പോലീസ്. CCTV ദൃശ്യങ്ങളിലെ 2 യുവാക്കളെ കേന്ദ്രീകരിച്ച് അന്വേഷണം. സംഭവത്തിൽ ഡൽഹി പോലീസ് ഇന്ന് കേസ് രജിസ്റ്റർ ചെയ്തേക്കും. മധ്യഗസയിലെ അഭയാർത്ഥി ക്യാമ്പുകൾക്ക് നേരെ ആക്രമണം കടുപ്പിച്ച് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെ രൂക്ഷ വിമർശനവുമായി തുർക്കി. നെതന്യാഹുവും ഹിറ്റ്ലറും തമ്മിൽ വ്യത്യാസമില്ലെന്ന് തുർക്കി പ്രസിഡന്റ് റജബ് തയ്യിബ് എർദോഗാൻ. ഗസയ്ക്ക് മേൽ ആക്രമണം തുടരുമെന്ന് യുദ്ധ ക്യാബിനറ്റ് അംഗം ബെന്നി ഗ്ലാൻസ്. ഖാൻ യൂനിസിലും കനത്ത ആക്രമണം. BJP സംസ്ഥാന ഭാരവാഹി യോഗം ഇന്ന് തൃശൂരിൽ. പ്രധാനമന്ത്രിയുടെ തൃശൂർ സന്ദർശനവും തെരഞ്ഞെടുപ്പൊരുക്കവും പ്രധാന അജണ്ട. പുതുതായി പാർട്ടിയിലെത്തിയ നടൻ ദേവൻ, സംവിധായകൻ മേജർ രവി എന്നിവരും കോൺഗ്രസിൽ നിന്ന് രാജിവെച്ചെത്തിയ C രഘുനാഥും സംസ്ഥാന ഭാരവാഹി യോഗത്തിൽ പങ്കെടുത്തേക്കും. ജമ്മുകശ്മീരിൽ ഭീകരവിരുദ്ധ നടപടി ശക്തമാക്കാൻ സൈന്യം. നീക്കം പ്രതിരോധ മന്ത്രിയുടെയും സൈനിക മേധാവിയുടെയും സന്ദർശനത്തിന് പിന്നാലെ. അതിർത്തി മേഖലകളിൽ കൂടുതൽ സേനയെ വിന്യസിച്ചു. 139ാം വാർഷികം രാജ്യമെമ്പാടും ആഘോഷിക്കാൻ ഒരുങ്ങി കോൺഗ്രസ്. PCCകളുടെ നേതൃത്വത്തിൽ പ്രത്യേക ആഘോഷ പരിപാടികൾ സംഘടിപ്പിക്കും. രാവിലെ 9:30 AICC ആസ്ഥാനത്ത് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ പതാക ഉയർത്തും. വാർഷികാഘോഷത്തോടനുബന്ധിച്ച് നാഗ്പൂരിൽ ഇന്ന് വൈകിട്ട് കോൺഗ്രസിന്റെ മഹാറാലി. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ കനത്ത മൂടൽമഞ്ഞ് തുടരുന്നു. 2 ദിവസം കൂടി മൂടൽമഞ്ഞ് അതിശക്തമായി തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. ട്രെയിൻ ഗതാഗതത്തെ സാരമായി ബാധിച്ചു. നോക്കാമിനി കേരളത്തിലെ ചില പ്രധാന വാർത്തകൾ. എൻഡോസൾഫാൻ കുഴിച്ചുമൂടിയതിനെക്കുറിച്ച് പഠിക്കാൻ കേന്ദ്ര സംഘം ഇന്ന് കാസർഗോഡെത്തും. കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡ് ദക്ഷിണ മേഖലാ ഡയറക്ടറുടെ നേതൃത്വത്തിലുള്ള വിദഗ്ധ സംഘം പരിശോധന നടത്തും. കീടനാശിനി കുഴിച്ചുമൂടിയ മഞ്ചി പദവ് പ്രദേശം സംഘം സന്ദർശിക്കും.
നെല്ലിയാമ്പതിയിലും പോത്തുണ്ടിയിലും വിനോദസഞ്ചാരികളുടെ തിരക്കേറുന്നു. കഴിഞ്ഞ ദിവസം എത്തിയത് 10,000-ലധികം ആളുകൾ. ക്രിസ്മസ് ദിവസം മാത്രം പോത്തുണ്ടി ഉദ്യാനം സന്ദർശിച്ചത് 3,458 പേർ. വാഗമൺ അഡ്വഞ്ചർ പാർക്കിൽ ഒരുക്കിയിരിക്കുന്ന ഗ്ലാസ് ബ്രിഡ്ജിൽ പ്രവേശിക്കാൻ പ്രദേശവാസികളായ ജനങ്ങൾക്ക് ഇളവ് അനുവദിക്കണമെന്ന ആവശ്യം ശക്തം. പ്രവേശന ഫീസ് 500 രൂപയിൽ നിന്ന് 250 കുറച്ചെങ്കിലും തോട്ടം തൊഴിലാളികൾക്ക് തുക താങ്ങാവുന്നതിലും അപ്പുറമാണ്. തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളം ജനുവരി 1 മുതൽ സൈലന്റ് എയർപോർട്ട് ആകും. മുംബൈ, അഹമ്മദാബാദ്, ലക്നൌ തുടങ്ങിയ സൈലന്റ് വിമാനത്താവളങ്ങളുടെ നിരയിലേക്ക് തിരുവനന്തപുരവും എത്തും. ടെർമിനൽ 1, ടെർമിനൽ 2 എന്നിവയിലുടനീളമുള്ള ഇൻഫർമേഷൻ ഡിസ്പ്ലേ സ്ക്രീനുകളിൽ ഫ്ലൈറ്റ് വിവരങ്ങൾ പ്രദർശിപ്പിക്കും. പട്ടികവർഗ മേഖലയിലെ വനിതകളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുന്നതിന് വനിതാ കമ്മീഷൻ ഇന്നും നാളെയും കണ്ണൂർ ആറളത്ത് പട്ടികവർഗ മേഖലാ ക്യാമ്പ് സംഘടിപ്പിക്കും. ആറളം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ചേരുന്ന വിവിധ വകുപ്പുകളുടെ ഏകോപന യോഗം വനിതാ കമ്മീഷൻ അധ്യക്ഷ അഡ്വക്കേറ്റ് പി സതീദേവി ഉദ്ഘാടനം ചെയ്യും. പാലക്കാട് കൊപ്പം ജംഗ്ഷനിൽ സിഗ്നൽ സംവിധാനം താൽക്കാലികമായി പുനഃസ്ഥാപിച്ചു. തിരക്കേറിയ റോഡിൽ മുന്നറിയിപ്പ് ബോർഡുകളും സ്ഥാപിച്ചിട്ടുണ്ട്. കുസാറ്റ് അപകടത്തിൽ സംഘാടകർക്കും രജിസ്ട്രാർക്കും വീഴ്ച സംഭവിച്ചതായി സിൻഡിക്കേറ്റ് ഉപസമിതിയുടെ റിപ്പോർട്ട്. പോലീസ് സുരക്ഷ ആവശ്യപ്പെട്ടുള്ള കത്ത് കൈമാറുന്നതിൽ രജിസ്ട്രാർക്ക് വീഴ്ച സംഭവിച്ചു. അപകടം നടന്ന വേദിയിൽ കൂടുതൽ മാറ്റങ്ങൾ വരുത്തണമെന്നും റിപ്പോർട്ടിൽ. കാഴ്ച വസന്തമൊരുക്കി വയനാട്ടിൽ ഫ്ലവർ ഷോയ്ക്ക് തുടക്കം. ജില്ലാ അഗ്രി ഹോർട്ടിക്കൾച്ചറൽ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ബൈപ്പാസിൽ ഗ്രൗണ്ടിലാണ് ഫ്ലവർ ഷോ. ജനുവരി 10 സമാപനം. സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സിന്റെ 23ാമത് സംസ്ഥാന ക്യാമ്പ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. മലപ്പുറം കോട്ടക്കൽ രാജാസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുന്ന പരിപാടിയിൽ 4000-ലേറെ വിദ്യാർത്ഥികൾ പങ്കെടുക്കും. കോട്ടയം ജില്ലയിലെ നെടുകുന്നം, കങ്ങഴ പഞ്ചായത്തുകളിൽ കാട്ടുപന്നി ശല്യം അതിരൂക്ഷം. വ്യാപകമായി കൃഷി നശിപ്പിച്ചു. കാട്ടുപന്നി ശല്യത്തിന് ശാശ്വത പരിഹാരം വേണമെന്ന ആവശ്യവുമായി കർഷകർ രംഗത്ത്. തൃശൂർ ചാലക്കുടി പുഴയിൽ സുരക്ഷാ സംവിധാനങ്ങൾ ഏർപ്പെടുത്താത്ത സാഹചര്യത്തിൽ കുളിക്കാനിറങ്ങുന്ന വിനോദസഞ്ചാരികളുടെ ജീവൻ അപകടത്തിൽ. പ്ലാന്റേഷൻ അതിർത്തിയിൽ സ്ഥാപിച്ചിരിക്കുന്ന കമ്പിവേലി മറികടന്നാണ് ആളുകൾ പുഴയിൽ ഇറങ്ങുന്നത്. കർഷകർക്ക് ആശ്വാസമായി പെരുമ്പാവൂർ പെരിയാർ വാലി കനാലിൽ നീരൊഴുക്ക് ആരംഭിച്ചു. ഭൂതത്താൻകെട്ടിൽ സംഭരിക്കുന്ന വെള്ളമാണ് പെരിയാർ വാലി കനാലിലൂടെ ഒഴുകുന്നത്. ജനശ്രദ്ധ ആകർഷിച്ച് കോട്ടയം നാഗമ്പടത്തെ പുഷ്പമേള. കേരള അഡ്വർടൈസിംഗ് ഏജൻസീസ് അസോസിയേഷന്റെ നേതൃത്വത്തിലാണ് പുഷ്പമേള. ഈ മാസം 31 സമാപനം. ശ്രദ്ധേയമായി പത്തനംതിട്ട തിരുവല്ലയിലെ ക്രിസ്മസ് കരോൾ ഗാനസംഗമം. 1300-ലധികം കലാകാരന്മാരാണ് പരിപാടിയിൽ പങ്കെടുത്തത്. 10 സംഗീത സംവിധായകരുടെ കരോൾ ഗാനങ്ങൾ പരിപാടിയിൽ ആലപിച്ചു. മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ ഭാഗമായി തൃശൂർ വലപ്പാട് പഞ്ചായത്തിൽ സ്നേഹരാമം പദ്ധതിക്ക് തുടക്കമായി. വലപ്പാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജിത്ത് ഉദ്ഘാടനം ചെയ്തു. നിയമവകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ ഇന്ന് കുടുംബശ്രീ ജീവനക്കാർക്കായി നിയമബോധവൽക്കരണ പരിപാടി സംഘടിപ്പിക്കും. രാവിലെ 10 വൈലോപ്പിള്ളി സംസ്കൃതി ഭവനിൽ മന്ത്രി പി രാജീവ് ഉദ്ഘാടനം ചെയ്യും. എറണാകുളം കോതമംഗലം സ്വദേശി VN വിജയൻ അന്തരിച്ചു. 57 വയസ്സായിരുന്നു. അന്ത്യം ക്യാൻസർ ബാധിച്ച് ചികിത്സയിലിരിക്കെ. ഫ്ലവേഴ്സ് ആർട്ട് ഡയറക്ടർ ബിപിൻ മകനാണ്. സംസ്കാരം ഇന്ന് 3 മണിക്ക് കോതമംഗലം കുട്ടമ്പുഴയിലെ വീട്ടുവളപ്പിൽ. കൊല്ലം മിൽപ്പാലത്ത് കാട്ടാനശല്യം രൂക്ഷം. കൃഷി നശിപ്പിക്കുന്നത് പതിവാകുന്നുവെന്ന് കർഷകർ. വനംവകുപ്പ് നടപടി സ്വീകരിക്കുന്നില്ല എന്നും ആക്ഷേപം. നോക്കാമിനി പ്രധാന അറിയിപ്പുകൾ. കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോപ്പറേറ്റീവ് മാനേജ്മെന്റിൽ MBA ബാച്ചിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ജനുവരി 20. വിശദമായ വിവരങ്ങൾക്ക് www.kicma.ac.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. റീജിയണൽ ക്യാൻസർ സെന്ററിൽ കരാർ അടിസ്ഥാനത്തിൽ ബയോമെഡിക്കൽ എഞ്ചിനീയർ നിയമനം നടത്തുന്നു. വാക്ക് ഇൻ ഇന്റർവ്യൂ അടുത്ത മാസം 10 നടക്കും. വിശദമായ വിവരങ്ങൾക്ക് www.rcctvm.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. നാഷണൽ ആയുഷ് മിഷൻ കേരളം വിവിധ തസ്തികയിലെ ഒഴിവുകളിൽ കരാർ അടിസ്ഥാനത്തിൽ അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി അടുത്ത മാസം 10. തിരുവനന്തപുരം ആറ്റിങ്ങൽ മണമ്പൂർ വടശ്ശേരിക്കോണം റോഡിൽ ഒറ്റൂർ പാലത്തിലൂടെയുള്ള ഗതാഗതം ജനുവരി 1 വരെ നിരോധിച്ചു. പാലം പൊളിച്ച് പുതിയ പാലം പണിയുന്നതിനു വേണ്ടിയാണ് നിയന്ത്രണം. കൊഴിഞ്ഞാമ്പാറ ഗവൺമെന്റ് ITIയിലെ ഫിറ്റർ ട്രേഡിൽ ഗസ്റ്റ് ഇൻസ്ട്രക്ടർ നിയമനം നടത്തുന്നു. അഭിമുഖം ഈ മാസം 30 ITIയിൽ നടക്കും. തിരുവനന്തപുരം ബേക്കറി ജംഗ്ഷൻ, ഊറ്റുകുഴി, തമ്പാനൂർ ആയുർവേദ കോളേജ് സ്റ്റാച്യു
പുളിമൂട് എന്നിവിടങ്ങളിൽ ഇന്ന് ജലവിതരണം മുടങ്ങും. രാവിലെ 10 മുതൽ രാത്രി 12 വരെയാണ് നിയന്ത്രണം. ജല അതോറിറ്റിയുടെ പാറ്റൂർ സെഷന്റെ കീഴിൽ പൈപ്പ് ലൈൻ ചോർച്ച പരിഹരിക്കുന്നതിനായാണ് നിയന്ത്രണം. ശ്രീ അയ്യൻകാളി മെമ്മോറിയൽ ഗവൺമെന്റ് മോഡൽ റെസിഡൻഷ്യൽ സ്പോർട്സ് സ്കൂളിൽ കരാർ അടിസ്ഥാനത്തിൽ കോച്ചുമാരെ നിയമിക്കുന്നു. അഭിമുഖം ഇന്ന് രാവിലെ സ്കൂൾ ഓഫീസിൽ നടക്കും. കേരള സാഹിത്യ അക്കാദമി ജനുവരി 28 മുതൽ ഫെബ്രുവരി 3 വരെ സംഘടിപ്പിക്കുന്ന സർവ്വദേശീയ സാഹിത്യോത്സവത്തിന്റെ ഡെലിഗേറ്റ് രജിസ്ട്രേഷൻ ഇന്ന് ആരംഭിക്കും. www.ilfk.in വഴിയോ അക്കാദമിയിൽ നേരിട്ടോ രജിസ്റ്റർ ചെയ്യാം. പൊതുജനങ്ങൾക്ക് 500 രൂപയും വിദ്യാർത്ഥികൾക്ക് 280 രൂപയുമാണ് രജിസ്ട്രേഷൻ ഫീസ്. മലപ്പുറം എടവണ്ണ സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ HMCയുടെ കീഴിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ നഴ്സിംഗ് അസിസ്റ്റന്റിനെ നിയമിക്കുന്നു. അഭിമുഖം ഇന്ന് രാവിലെ 10:30 സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ നടക്കും. 100 ന്യൂസിലേക്ക് വീണ്ടും ഇനി നോക്കാം ദേശീയ വാർത്തകൾ. കോവിഡിന്റെ പുതിയ വകഭേദം JN1ന്റെ ആദ്യ കേസ് ഡൽഹിയിൽ റിപ്പോർട്ട് ചെയ്തു. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് ഡൽഹി ആരോഗ്യമന്ത്രി സൗരഭ് ഭരദ്വാജ്. വ്യാജ ലോൺ ആപ്പുകളുടെ പരസ്യം നൽകരുതെന്ന് സമൂഹമാധ്യമ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളോട് കേന്ദ്ര IT മന്ത്രി രാജീവ് ചന്ദ്രശേഖർ. തട്ടിപ്പുകൾ വ്യാപകമായ സാഹചര്യത്തിലാണ് നിർദ്ദേശം. മദ്രസകൾ ആധുനികവൽക്കരിക്കാൻ 10 ലക്ഷം വീതം നൽകുമെന്ന് മഹാരാഷ്ട്ര സർക്കാർ. മദ്രസകളിൽ സയൻസും കണക്കും പഠിപ്പിക്കാൻ അധ്യാപകരെ കരാർ അടിസ്ഥാനത്തിൽ നിയമിക്കും. സംസ്ഥാന ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് ഫണ്ട് നൽകും. മഹാദേവ് ബെറ്റിംഗ് ആപ്പ് പ്രൊമോട്ടർ സൗരഭ് ചന്ദ്രാക്കറിനെ ദുബായിൽ കസ്റ്റഡിയിലെടുത്തതായി റിപ്പോർട്ട്. ഇയാളെ വീട്ടുതടങ്കലിൽ പാർപ്പിച്ചിരിക്കുകയാണെന്നും ഇന്ത്യൻ അന്വേഷണ ഏജൻസികൾക്ക് വിവരം കൈമാറിയതായും അധികൃതർ. രാമക്ഷേത്ര ഉദ്ഘാടനത്തിന് മുന്നോടിയായി അയോധ്യ റെയിൽവേ സ്റ്റേഷന്റെ പേര് മാറ്റി. അയോധ്യ ജംഗ്ഷൻ എന്നതിൽ നിന്ന് അയോധ്യ ധാം എന്നാക്കി മാറ്റി. മധ്യപ്രദേശിലെ ഗുണയിൽ JCB ബസ്സുമായി കൂട്ടിയിടിച്ച അപകടം 11 പേർ മരിച്ചു, 14 പേർക്ക് പരിക്കേറ്റു. ബീഹാറിൽ ഗംഗയ്ക്ക് കുറുകെ പാലത്തിന് അനുമതി നൽകി കേന്ദ്രം. 3064 കോടി രൂപയാണ് പദ്ധതിയുടെ ചെലവ്. പുതുവത്സര ആഘോഷങ്ങൾക്കായി 4 ലക്ഷത്തിലധികം സന്ദർശകർ ഗുജറാത്തിലെ സ്റ്റാച്യു ഓഫ് യൂണിറ്റി സന്ദർശിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി അധികൃതർ. രാജ്യത്ത് കോവിഡ് നിയന്ത്രണങ്ങൾ നീക്കിയതിനു ശേഷം സന്ദർശകരുടെ എണ്ണത്തിലുണ്ടായത് ഗണ്യമായ വർധന. അയോധ്യ രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിലേക്ക് ക്ഷണിക്കപ്പെട്ട എല്ലാ അതിഥികൾക്കും പ്രത്യേക സമ്മാനങ്ങൾ നൽകുമെന്ന് ക്ഷേത്ര ട്രസ്റ്റ്. പ്രസാദത്തിനൊപ്പം അയോധ്യ ദർശൻ പുസ്തകത്തിന്റെ പകർപ്പും ലഭിക്കും. രാജസ്ഥാനിൽ ഉജ്ജ്വല ഗ്യാസ് സിലിണ്ടറുകളുടെ വില 50 രൂപ കുറച്ചു. ജനുവരി 1 മുതൽ സിലിണ്ടറുകൾ 480 രൂപയ്ക്ക് ലഭ്യമാകും. BJPയുടെ തെരഞ്ഞെടുപ്പ് വാഗ്ദാന പ്രകാരമാണ് വില കുറയ്ക്കുന്നതെന്ന് രാജസ്ഥാൻ മുഖ്യമന്ത്രി ഭജൻലാൽ ശർമ്മ. തമിഴ്നാട് സർക്കാർ നടത്തുന്ന വൈക്കം സത്യാഗ്രഹം 100ാം വാർഷികാഘോഷം ഇന്ന് ചെന്നൈയിൽ. രാവിലെ 11:15 നന്തമ്പാക്കത്തെ ട്രേഡ് സെന്ററിലാണ് പരിപാടി. മുഖ്യമന്ത്രി MK സ്റ്റാലിൻ അധ്യക്ഷത വഹിക്കുന്ന പരിപാടിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ മുഖ്യപ്രഭാഷണം നടത്തും. റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവുമായി കൂടിക്കാഴ്ച നടത്തി ഇന്ത്യൻ വിദേശകാര്യമന്ത്രി ഡോക്ടർ S ജയശങ്കർ. സ്വതന്ത്ര വ്യാപാര കരാറിനായുള്ള ചർച്ചകൾ ജനുവരി 2ാം പകുതിയിൽ പുനരാരംഭിക്കുമെന്ന് S ജയശങ്കർ. നോക്കാം ഇനി രാജ്യാന്തര വാർത്തകൾ. ലൈബീരിയയിൽ എണ്ണ ടാങ്കർ പൊട്ടിത്തെറിച്ച് അപകടം, 40 പേർ മരിച്ചു. മരണസംഖ്യ ഉയർന്നേക്കുമെന്ന് റിപ്പോർട്ടുകൾ. പശ്ചിമേഷ്യൻ സംഘർഷം രൂക്ഷമായി തുടരുന്നതിനിടെ മുന്നറിയിപ്പുമായി ലോകാരോഗ്യ സംഘടന. ഗസ നേരിടുന്നത് ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങളെന്ന് WHO. ആകെയുള്ള 36 ആശുപത്രികളിൽ പ്രവർത്തിക്കുന്നത് 15 എണ്ണം മാത്രം. വെസ്റ്റ് ബാങ്കിൽ ഇസ്രയേലിന്റെ ഡ്രോൺ ആക്രമണം, 6 പേർ കൊല്ലപ്പെട്ടു. നൂർ ഷംസ് അഭയാർത്ഥി ക്യാമ്പിലാണ് ഏറ്റുമുട്ടലുണ്ടായത്. ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായി ടെലിഫോണിൽ സംഭാഷണം നടത്തി ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ. ഗസയിൽ വെടിനിർത്തൽ ആവശ്യപ്പെട്ടു. ഗസയിൽ മാനുഷിക പ്രവർത്തനങ്ങൾ നടത്താൻ ജോർദാനുമായി സഹകരിച്ച് വരും ദിവസങ്ങളിൽ ഫ്രാൻസ് പ്രവർത്തിക്കുമെന്നും മാക്രോൺ. യുക്രൈന് സൈനിക സഹായം പ്രഖ്യാപിച്ച അമേരിക്ക. $250 മില്യൺ അന്തിമ സൈനിക സഹായ പാക്കേജാണ് പ്രഖ്യാപിച്ചത്. ഇസ്രയേലിന് കൃത്യമായ സമയത്ത് തിരിച്ചടി നൽകുമെന്ന് ഇറാൻ. മുന്നറിയിപ്പുമായി ഇറാൻ പ്രതിരോധ മന്ത്രി മുഹമ്മദ് റസ അഷ്തിയാനി. ഇസ്രയേലിനെ നേരിടാനുള്ള ഇറാന്റെ ദൗത്യത്തിൽ ഒരു മാറ്റവും ഉണ്ടാകില്ലെന്ന് ഇറാൻ റവല്യൂഷണറി ഗാർഡ് വക്താവ്. അടുത്തിടെ കണ്ടെത്തിയ ഹമാസിന്റെ തുരങ്കത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തുവിട്ട് ഇസ്രയേൽ ഡിഫൻസ് ഫോഴ്സ്. 300 കിലോമീറ്റർ നീളത്തിലുള്ള തുരങ്കമാണ് കണ്ടെത്തിയത്. ഇതിന്റെ തുടക്കം ഗസയിലാണ്. ക്രിസ്മസ് സമ്മാനങ്ങളെ ചൊല്ലിയുള്ള വഴക്കിനെ തുടർന്ന് ഫ്ലോറിഡയിൽ 14-കാരൻ സഹോദരിയെ വെടിവെച്ചു കൊന്നു. ഓടി രക്ഷപ്പെട്ട പ്രതിയെ കസ്റ്റഡിയിലെടുത്തത് ബന്ധു വീട്ടിൽ നിന്ന്. ഈഫൽ ടവർ മാനേജ്മെന്റിനെതിരെ പ്രതിഷേധവുമായി ജീവനക്കാർ. പ്രതിഷേധത്തെ തുടർന്ന് ഈഫൽ ടവർ അടച്ചു. ഈഫൽ ടവറിന്റെ നിലവിലെ നടത്തിപ്പ് ശരിയല്ലെന്നാരോപിച്ചായിരുന്നു ജീവനക്കാരുടെ പ്രതിഷേധം.
യൂറോപ്യൻ ഏകീകരണത്തിന്റെ പിതാവ് ജാക്വസ് ഡെലോസ് അന്തരിച്ചു. 98 വയസ്സായിരുന്നു. 1985 മുതൽ 95 വരെ സേവനമനുഷ്ഠിച്ച ഡെലോസ് യൂറോയ്ക്ക് അടിത്തറയിട്ട നേതാവാണ്. അടുത്ത വർഷം നടക്കാനിരിക്കുന്ന പ്രസിഡൻഷ്യൽ പ്രൈമറിയിൽ നിന്ന് ഡൊണാൾഡ് ട്രംപിനെ അയോഗ്യനാക്കണമെന്നാവശ്യപ്പെട്ടുള്ള അപ്പീൽ തള്ളി മിഷിഗൺ സുപ്രീം കോടതി. US സ്റ്റേറ്റിലെ വോട്ടർമാർ നൽകിയ അപ്പീൽ കേൾക്കാനാണ് സുപ്രീം കോടതി വിസമ്മതിച്ചത്. മെക്സിക്കൻ പ്രസിഡന്റ് ആന്ദ്രേസ് മാനുവലിനെ കാണാൻ US സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കന്റെ നേതൃത്വത്തിൽ US പ്രതിനിധി സംഘം. സന്ദർശനം തെക്കൻ അതിർത്തിയിലെ വൻതോതിലുള്ള കുടിയേറ്റം പരിഹരിക്കാൻ വൈറ്റ് ഹൌസിനുമേൽ സമ്മർദ്ദം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ. ജീവപര്യന്തം ശിക്ഷയ്ക്കെതിരെ മെക്സിക്കൻ മയക്കുമരുന്ന് തലവൻ എൽ ചാപ്പോ ഗുസ്മാന്റെ അപ്പീൽ തള്ളി US കോടതി. അഭിഭാഷകർക്ക് പണം നൽകാൻ ഗുസ്മാന് ഫണ്ട് എവിടെ നിന്നെന്നും കോടതിയുടെ ചോദ്യം. യുദ്ധ തയ്യാറെടുപ്പുകൾ വേഗത്തിലാക്കാൻ ഉത്തര കൊറിയൻ സൈന്യത്തിന് നിർദ്ദേശം നൽകി കിം ജോങ് ഉൻ. അമേരിക്കയുടെ ഏറ്റുമുട്ടൽ നീക്കങ്ങളെ പ്രതിരോധിക്കാനാണ് യുദ്ധ തയ്യാറെടുപ്പ്. ഖത്തറിൽ സ്വകാര്യ മേഖലയിലെ സ്വദേശിവൽക്കരണം സംബന്ധിച്ച കരട് നിയമത്തിന് മന്ത്രിസഭ അംഗീകാരം നൽകി. അമീരി ദിവാനിൽ ചേർന്ന മന്ത്രിസഭാ യോഗത്തിലാണ് ഇത് സംബന്ധിച്ച തീരുമാനമുണ്ടായത്. ഹയ്യ പ്ലാറ്റ്ഫോം വഴിയുള്ള പ്രവേശനം എളുപ്പമായതോടെ ഖത്തറിലേക്ക് വരുന്ന വിനോദസഞ്ചാരികളുടെ എണ്ണം വർദ്ധിച്ചതായി റിപ്പോർട്ട്. ജനുവരി 12-ന് ആരംഭിക്കുന്ന ഏഷ്യൻ കപ്പ് ഫുട്ബോളിന് മുന്നോടിയായി സന്ദർശകർക്കായി നിരവധി ടൂർ പാക്കേജുകൾ പ്രഖ്യാപിച്ച് ഖത്തർ എയർവേസ്. കുവൈത്തിലെ ഇലക്ട്രോണിക് സേവനങ്ങൾക്കായുള്ള ഏകീകൃത ആപ്ലിക്കേഷൻ ആയ സഹൽ വഴി വാഹനരേഖകൾ പുതുക്കാം. സംവിധാനം ജനുവരി 2-ന് ആരംഭിക്കും. സഹൽ വഴിയുള്ള വാഹന കൈമാറ്റ സേവനം ഫെബ്രുവരി 1-ന് ആരംഭിക്കുമെന്നും ആഭ്യന്തര മന്ത്രാലയം. പുതുവത്സരത്തെ വരവേൽക്കാൻ വിപുലമായ ഒരുക്കങ്ങളുമായി ദുബായ് മെട്രോയും ട്രാമും 40 മണിക്കൂർ തുടർച്ചയായി സർവീസ് നടത്തും. നഗരത്തിൽ സുരക്ഷയ്ക്കായി കൂടുതൽ പോലീസുകാരെ വിന്യസിക്കും. ഷാർജയിൽ ഇത്തവണ ആഘോഷ പരിപാടികൾ ഉണ്ടാവില്ല. ഇനി നോക്കാം ബിസിനസ് വാർത്തകൾ. മ്യൂച്വൽ ഫണ്ടുകളിലും ഡിമാറ്റ് അക്കൗണ്ടുകളിലും നോമിനികളെ ചേർക്കുന്നതിനുള്ള സമയപരിധി നീട്ടി സെബി. അടുത്ത വർഷം ജൂൺ 30 വരെയാണ് നീട്ടിയത്. ബംഗളൂരുവിൽ 461 കോടിയുടെ നിക്ഷേപം നടത്തി ഫോക്സ്കോൺ. ദേഹ്രഹള്ളിയിൽ 300 ഏക്കറും സ്വന്തമാക്കി കമ്പനി. കൊപ്രയുടെ താങ്ങുവില ഉയർത്തി കേന്ദ്ര മന്ത്രിസഭ. മില്ലിംഗ് കൊപ്രയുടെ താങ്ങുവില ക്വിന്റലിന് 300 രൂപ വർദ്ധിച്ച് 11,160 രൂപയായി. നാളികേര കർഷകർക്ക് മികച്ച പ്രതിഫലം ഉറപ്പാക്കാൻ ഈ തീരുമാനം സഹായിക്കുമെന്ന് കേന്ദ്രമന്ത്രി അനുരാഗ് ഠാക്കൂർ. രാജ്യത്ത് ഈ വർഷം ഇതുവരെ പേടിഎം വഴി 9.12 ബില്യന്റെ വ്യാപാര ഇടപാടുകൾ നടന്നതായി റിപ്പോർട്ട്. ഏറ്റവും കൂടുതൽ ഇടപാടുകൾ നടന്നത് ഡൽഹിയിൽ. കായിക വാർത്തകൾ. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ ടെസ്റ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യ പരുങ്ങലിൽ. രണ്ടാം ദിനം കളി അവസാനിച്ചപ്പോൾ ദക്ഷിണാഫ്രിക്ക 5 വിക്കറ്റ് നഷ്ടത്തിൽ 265 റൺസ് എന്ന നിലയിൽ. ആദ്യ ഇന്നിംഗ്സിൽ ദക്ഷിണാഫ്രിക്ക 11 റൺസ് ലീഡ് നേടി. 100 ന്യൂസിലേക്ക് വീണ്ടും നോക്കാം. ഇനി കലാ സാംസ്കാരിക സിനിമാ വാർത്തകൾ. മുകേഷും ഇന്നസെന്റും പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച ഫിലിപ്സ് എന്ന ചിത്രത്തിലെ ഗാനം പുറത്ത്. അനു എലിസബത്ത് ജോസ് ആണ് ഗാനത്തിന്റെ വരികൾ രചിച്ചത്. മീര ജാസ്മിൻ, നരേൻ എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളാകുന്ന ക്വീൻ എലിസബത്ത് എന്ന ചിത്രത്തിലെ ഗാനം പുറത്തുവിട്ട് അണിയറ പ്രവർത്തകർ. M പത്മകുമാറാണ് സംവിധാനം. ആലാപനം ഹിഷാം അബ്ദുൽ വഹാബ്. സിജു വിൽസൺ നായകനാകുന്ന പുതിയ ചിത്രത്തിന്റെ ചിത്രീകരണം കണ്ണൂരിൽ തുടങ്ങി. ഉല്ലാസ് കൃഷ്ണയാണ് സംവിധാനം. ജോൺ കുടിയാൻമല, സജ്മൻ ഇസാം, ബാബു പ്രസാദ് എന്നിവർ ചേർന്നാണ് ചിത്രം നിർമ്മിക്കുന്നത്. ഷിജു യൂസി, ഫൈസൽ അബ്ദുള്ള എന്നിവർ ചേർന്ന് തിരക്കഥ എഴുതിയ ചിത്രത്തിന്റെ വിവരങ്ങൾ പുറത്തുവിട്ട് അണിയറ പ്രവർത്തകർ. പപ്പൻ ടി നമ്പ്യാരാണ് സംവിധാനം. പ്രശാന്ത് മുരളി നായകനാകുന്ന ആദ്യ ചിത്രമാണ് ഇത്. നോക്കാമിനി വൈറൽ ട്രെൻഡ്സ്. സമൂഹമാധ്യമങ്ങളിൽ വൈറലായി പറക്കും കാർ. ആകാശത്തേക്ക് ഉയർന്നു പൊങ്ങുന്ന കാറിനെ വീഡിയോയിൽ കാണാം. സമൂഹമാധ്യമങ്ങളിൽ ശ്രദ്ധ നേടി അതിവേഗത്തിൽ സൈക്കിൾ ചവിട്ടുന്ന വയോധികന്റെ വീഡിയോ. നിരവധി പേരാണ് ഇതിനോടകം വീഡിയോ കണ്ടത്. ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ ശ്രദ്ധ നേടുന്നത് യുവതിയുടെ കരിമ്പ് ആസ്വദിക്കൽ വീഡിയോയാണ്. അതിവേഗം കരിമ്പ് മുറിക്കുന്നതും കഴിക്കുന്നതും വീഡിയോയിൽ കാണാം. ഒരു കൊച്ചു പെൺകുട്ടിയുടെ വ്യത്യസ്തമായ ഹെയർ സ്റ്റൈലാണ് ഇപ്പോൾ വൈറലാവുന്നത്. നിരവധി പേരാണ് വീഡിയോ ലൈക്ക് ചെയ്തിരിക്കുന്നത്.
പച്ചക്കറി കൊണ്ടുണ്ടാക്കിയ ഒരു ചെരുപ്പ് വൈറലാവുന്നുണ്ട്. വളരെ മനോഹരമായാണ് ചെരുപ്പ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. സമൂഹമാധ്യമങ്ങളിൽ വൈറലായ യുവാവിന്റെ വ്യത്യസ്തമായ ഡാൻസ്. ഇതിനോടകം നിരവധി പേരാണ് ഡാൻസ് കണ്ടത്. നോക്കാം ഇനി ഫാക്ട് ചെക്ക്. ഇസ്രയേൽ സൈനികർ നിർമ്മിച്ച തുരങ്കം എന്ന രീതിയിൽ ഒരു ചിത്രം സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട്. ബന്ദികളെ മോചിപ്പിച്ച് ഇസ്രയേലിലേക്ക് തിരികെ എത്തിക്കാൻ നിർമ്മിച്ച തുരങ്കം എന്നാണ് അവകാശവാദം. യഥാർത്ഥത്തിൽ പ്രചാരത്തിലുള്ള ചിത്രം ഇസ്രയേൽ സേന നിർമ്മിച്ച തുരങ്കത്തിൻ്റെതല്ല. ഹമാസ് നിർമ്മിച്ച ഏറ്റവും വലിയ തുരങ്കത്തിന്റെ ചിത്രമാണ് തെറ്റായി പ്രചരിപ്പിക്കുന്നത്. നോക്കാം ഇനി ലേറ്റസ്റ്റ് ന്യൂസ്. DMDK നേതാവും തമിഴ് സിനിമാ താരവുമായ വിജയകാന്തിന് കോവിഡ് സ്ഥിരീകരിച്ചു. ശ്വാസതടസ്സത്തെ തുടർന്ന് വിജയകാന്തിനെ വെന്റിലേറ്ററിലേക്ക് മാറ്റി. മതവികാരം വ്രണപ്പെടുത്തിയെന്നാരോപിച്ച് ബോളിവുഡ് താരം രൺബീർ കപൂറിനെതിരെ പരാതി. ബോംബെ ഹൈക്കോടതി അഭിഭാഷകനായ ആശിഷ് റായ്, പങ്കജ് മിശ്ര എന്നിവരാണ് പരാതി നൽകിയത്. താരം കുടുംബത്തോടൊപ്പം ക്രിസ്മസ് ആഘോഷിക്കുന്ന വീഡിയോയാണ് വിമർശനങ്ങൾക്കിടയാക്കിയത്. ആപ്പിളിന് ആശ്വാസം. സ്മാർട്ട് വാച്ചുകൾക്കുള്ള നിരോധനം US അപ്പീൽ കോടതി താൽക്കാലികമായി നിർത്തിവെച്ചു. സ്മാർട്ട് വാച്ചുകളുടെ വിൽപ്പന പുനരാരംഭിക്കാൻ കഴിയും. പേറ്റന്റ് തർക്കത്തെ തുടർന്നായിരുന്നു അമേരിക്കയുടെ നടപടി. ദക്ഷിണാഫ്രിക്കൻ സംഗീത ഇതിഹാസം എംപോഗേനി എൻഗേമ വാഹനാപകടത്തിൽ മരിച്ചു. 68 വയസ്സായിരുന്നു. സെരഫിന എന്ന ഗാനത്തോടെ ശ്രദ്ധേയനായി. കോങ്കോയിൽ കനത്ത മഴയും വെള്ളപ്പൊക്കവും. മരണം 40. ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു. നോക്കാമിനി ഇപ്പോൾ കിട്ടിയ പ്രധാന വാർത്തകൾ. പാലക്കാട് കൊഴിഞ്ഞാമ്പാറ നടുപ്പുണ്ണിയിൽ 3 വയസ്സുകാരിയെ പീഡിപ്പിച്ച കേസിലെ പ്രതി റിമാൻഡിൽ. 77-കാരൻ കന്ദസ്വാമിയാണ് റിമാൻഡിലായത്. പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങാൻ പോലീസ് ഇന്ന് അപേക്ഷ നൽകും. ഡൽഹിയിൽ അതിശൈത്യത്തോടൊപ്പം പുകമഞ്ഞും. ദൃശ്യപരിധി കുറഞ്ഞതോടെ വിമാനങ്ങളും ട്രെയിനുകളും വൈകി. താപനില 6 ഡിഗ്രി സെൽഷ്യസിലേക്ക് താഴ്ന്നു. എയർ ക്വാളിറ്റി ഇൻഡെക്സ് 400-ന് മുകളിൽ തുടരുന്നു. സഞ്ജയ് ഭണ്ഡാരിക്കെതിരായ കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ ED സമർപ്പിച്ച കുറ്റപത്രത്തിൽ പ്രിയങ്ക ഗാന്ധിയുടെ പേരും. ഹരിയാനയിൽ പ്രിയങ്കയും ഭർത്താവ് റോബർട്ട് വാദ്രയും ചേർന്ന് ഭൂമി വാങ്ങിയെന്നും അത് CC തമ്പിക്ക് വിറ്റതായും കുറ്റപത്രത്തിൽ പരാമർശം. ഹൺഡ്രഡ് ന്യൂസ് പൂർത്തിയാവുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.